ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ഐഫോൺ 11, ഐഫോണിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ 11 ആണ് പരിചയപ്പെടുത്തുന്നത്. പല വേരിയൻറ്റിലുള്ള മോഡലുകളുണ്ട്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഐഫോൺ 11 Pro കാണാൻ നല്ല ലുക്കുള്ളൊരു ഫോണാണ്. കാണാൻ നല്ല രസമാണ്. പിന്നെ ഫോണിൻ്റെ കവർ ഡിസൈനിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സിമിലറായിട്ട് നമുക്ക് പരിചയമുള്ള ഫോൺ തന്നെയാണത്. മുമ്പ് എക്സ്ആറിൻ്റെ രീതിയിൽ എക്സ്ആർ എന്ന് പറഞ്ഞൊരു മോഡൽ ഐഫോൺ ഉണ്ടായിരുന്നു. ആ എക്സ്ആറിൻ്റെ മോഡലിലാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. ബോക്സ് കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. ഇന്നലെ ആയിരുന്നു 20-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ റിലീസിങ് ഓപ്പൺ ആയിട്ട് വന്നിരുന്നത്. അവിടെ മുതൽ എല്ലാ ഒരുവിധ കസ്റ്റമേഴ്സിനൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. ഇന്നലെയാണ് കൈ കിട്ടിയത്. വൈറ്റ് കളറാണ് എനിക്ക് കിട്ടിയ കളർ, വൈറ്റാണ്. അതിൻ്റെ സാധാരണ കാറ്റലോഗും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. വേറെ പ്രത്യേകിച്ചായിട്ട് പുതുതായിട്ടുള്ള ഒരു ഫീച്ചേഴ്സും ഇല്ല. സാധാരണ രീതിയിൽ തന്നെയുള്ള കാണുന്ന കവറും അതിൻ്റെ ബാക്ക് നല്ല കളേഴ്സ് ഉണ്ട്. യെല്ലോ, പുതിയൊരു കളറായ ഗ്രീന്, ബ്ലാക്ക്, റെഡ്, പർപ്പിള് ഇങ്ങനെയുള്ള കളേഴ്സ് അതിനകത്തുണ്ട്. പിന്നെ കയ്യിലുള്ളത് വൈറ്റ് കളറാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ബോക്സിൽ കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗ് സ്റ്റിക്കർ, ആപ്പിളിൻ്റെ സ്റ്റിക്കർ കിട്ടുക എന്നുള്ളതാണല്ലോ. ആപ്പിളിൻ്റെ സ്റ്റിക്കറുണ്ട്. പിന്നെ ചാർജർ, അതുപോലെ തന്നെ ഇയർഫോൺ, സാധാ ഇയർഫോൺ, ആപ്പിളിന് കിട്ടുന്ന സാധാരണ ഇയർഫോണ്, അതിൻ്റെ കേബിള്, ഇത്രയും ഐറ്റംസ് അതിലുണ്ട്. ബോക്സിനകത്ത് വരുന്നുണ്ട്. സാധാ പോലെ നോർമലായിട്ട് വരുന്ന ഐറ്റംസ് തന്നെ ഉള്ളത്. ഇത് ഫോണിന് നമുക്കൊരു പുതിയ ഫോണെന്ന് പറയാൻ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. ഇതൊരു നമുക്ക് കണ്ട് പരിചയമുള്ളൊരു ഫോൺ തന്നെ. കണ്ട് പരിചയമുള്ള ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുള്ള എക്സ്ആറിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതിൽ ഉള്ള കാര്യങ്ങളുള്ളതെന്നുള്ളത്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആപ്പിളിൻ്റെ ലോഗോ വരുന്നുണ്ട്. ആപ്പിളിൻ്റെ ലോഗോയ്ക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ എനിക്കത് പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ്. കുഴപ്പമില്ലാത്തൊരു കാണാനൊരു ഭംഗിയുണ്ട്. എന്നാലും കുഴപ്പമില്ല, വലിയ ഒരു മോശം പറയാനില്ല. നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ സെറ്റിങ്സ് നോക്കാം. ഇത് സെറ്റിങ്സൊക്കെ ഞാൻ നോർമലായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വേറെ ആപ്പിൾ ഐ ഡി ഇതൊന്നും കൊടുക്കുന്നില്ല. ഡയറക്റ്റ് നോർമലായിട്ടുള്ള സെറ്റിങ്സ് പെട്ടെന്ന് അതിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഞാൻ സ്പീഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 64 GB, 128 GB, 256 GB ഇങ്ങനെ 3 വേരിയൻറ്റിലാണ് ഇതിൻ്റെ മെമ്മറി ഉള്ളത്. മെമ്മറി 3 വേരിയൻറ്റിൽ ഇതിൻ്റെ മെമ്മറി ഉണ്ട്. ക്യാമറ എന്ന് പറയുന്നത് ഇപ്പോൾ 2 ക്യാമറയാണ്. നമ്മുടെ ഈ പറയുന്ന എക്സ്ആറിൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്ന അതിൻ്റെ അതേപോലത്തെ ഒരു ക്യാമറയും കൂടി എക്സ്ട്രാ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 ക്യാമറയാണ് ഇതിലുള്ളത്. ഡിസ്പ്ലേ പറയുന്നത് 6.1 ആണ് ഡിസ്പ്ലേ വരുന്നത്. ഹൈ റെസൊല്യൂഷൻ 6.1 ഡൈനാമിക്കൽ സ്ക്രീൻ, LCD സ്ക്രീനാണുള്ളത്. ലിക്വിഡ് റെറ്റിന HD ഡിസ്പ്ലേ ആണുള്ളത്. ഡിസ്പ്ലേ ഭയങ്കര ക്ലാരിറ്റിയാണ്. പിന്നെ അതിൻ്റെ പുതിയ മോഡൽ ചിപ്പാണ് വന്നിരിക്കുന്നത്. A13 എന്നുള്ള ചിപ്പാണ് വന്നിരിക്കുന്നത്. ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചിപ്പും ഈ iOS 13 കൂടി ചേരുമ്പോൾ ഒരു പുതിയ ഒരു നല്ലൊരു ഇതാണ് ഇൻ്റർഫേസാണ് നമുക്ക് തരുന്നത്. പുതിയ ഫീച്ചർ iOS 13 ഒത്തിരി ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. അത് ഇതിലും കൂടി വന്നപ്പോൾ A13 വന്നപ്പോൾ കൂടുതൽ സ്പീഡ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ക്യാമറ അതുപോലെ തന്നെ നൈറ്റ് വിഷൻ ക്യാമറയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നൈറ്റ് വിഷൻ ക്യാമറ എന്നുള്ളവരുണ്ട്. പിന്നെ പുതിയൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫി എല്ലാം നമുക്ക് സ്ലോ മോഷനിൽ എടുക്കാമെന്നാണ്. മുമ്പൊക്കെ സെൽഫിയും അല്ലെങ്കിൽ ബാക്ക് ക്യാമറയിൽ മാത്രമേ സ്ലോ മോഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സെൽഫി എല്ലാം നമുക്ക് തന്നെ സ്ലോ മോഷനിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം ഓട്ടോ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓട്ടോ ഇമേജ് സ്റ്റെബിലൈസേഷൻ, നല്ല ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ക്യാമറ ടെസ്റ്റും ക്യാമറ വീഡിയോയും വീഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 4K ക്യാമറയാണ്. അപ്പോൾ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഫീച്ചേഴ്സുമായിട്ട് കൂടുതൽ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.